എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രമ്യാസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നിലക്കടല, ആവശ്യത്തിന് നിലക്കടല ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ നിലക്കടലയും വെളുത്തുള്ളിയും നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് പൊടിയാക്കി എടുക്കണ്ട, ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ജീരകം ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ വെണ്ടയ്ക്ക എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുതേ. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും അതുപോലെ തന്നെ മുളകും മഞ്ഞളും മല്ലിപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെണ്ടയ്ക്ക മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിലക്കടലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് പൊടിച്ച് വെച്ചതെന്ന് ആവശ്യത്തിന് വേണ്ടത് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണാണ് കുറച്ച് വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കടല ഇട്ടതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.